ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 2024 സെപ്റ്റംബർ 15 ഹാപ്പി ഓണം എല്ലാവർക്കും. ഇന്ന് തിരുവോണ നാളാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ സെൻറ്റ് ജോസഫ് UP സ്കൂളിൽ വെച്ച് തിരുവോണത്തിൻ്റെ ആഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് സ്കൂൾ അധികൃതരും മാനേജ്മെൻറ്റും സഹകരണത്തോടുകൂടി അധ്യാപകരും കുട്ടികളും എല്ലാവരുടെയും സഹകരണത്തോടെ വളരെ ഭംഗിയായി ഈ വർഷത്തെ ഓണം ആഘോഷങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു. അതിലേക്ക് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഹായ്, ഞാൻ എന്നെ തന്നെ ആദ്യം പരിചയപ്പെടുത്താം. ഞാൻ പൂഞ്ഞാർ കുര്യൻ അബ്രഹാം കിഴക്കേത്തോട്ടം. ഞാൻ വളർന്നതും പഠിച്ചതും 7ാം ക്ലാസ് വരെ ഈ സ്കൂളിലും ഈ പള്ളിയുടെ മുറ്റത്തുമായിട്ടാണ്. അതിനാൽ ഈ സ്കൂളിനെയും പള്ളിയെയും മഠത്തിനെയും ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് നിങ്ങൾക്ക് വിശദമായി വിവരിക്കാൻ സാധിക്കും. അതിലേക്കായി ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഈ സ്കൂള് ഔദ്യോഗികമായി തുടങ്ങിയത് 1905 ആണ്. അന്ന് 1 മുതൽ 4 വരെയുള്ള LP സ്കൂൾ സെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും പിന്നീട് നമ്മൾ UP സ്കൂൾ ആക്കി ഈ സ്കൂളിനെ ഉയർത്തുകയുമാണ് ചെയ്തത്. ഈ കാണുന്ന 2 നില കെട്ടിടം കൊളയത്താമ്മയുടെ നാമത്തിൽ പള്ളിക്കൂടത്തിനു വേണ്ടി പുതിയതായി പണിത ഡൈനിങ് കിച്ചണും ഡൈനിങ് ഹാളും പിന്നെ നഴ്സറി സ്കൂളിൻ്റെ ആണ്. ഇതാണ് മണിയങ്കുന്ന് ക്ലാരിഷ് കോൺവെന്റ് മഠം. ഈ മഠം ആണ് ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കിഴക്കൻ മലകളാണ് ഇതിന് തൊട്ട് മുമ്പിൽ നമ്മൾ കാണുന്നത്. ക്ലാരമഠം മണിയങ്കുന്ന് ദേവദാസി സിസ്റ്റർ കൊളയത്താമ്മയുടെ അവസാന കാലം കഴിഞ്ഞ കെട്ടിടമാണ് അങ്ങേയറ്റത്ത് കാണുന്നത്. അത് പിന്നീട് 2 നിലയാക്കി പണിയുകയാണ് ഉണ്ടായത്. ഈ കാണുന്ന മഠത്തിൻ്റെ കെട്ടിടമാണ് ഇത്. വളരെ പുരാതനമാണ്. കരിങ്കല്ലിൽ തീർത്ത ഈ കെട്ടിടമാണ് ഇവിടുത്തെ കിച്ചൺ. ഇത് മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കക്കല്ല്, വാഗമൺ കുരിശുമല കൂടാതെ മുതുകോരമല സ്ഥലങ്ങൾ വ്യക്തമായും ക്ലിയറായിട്ടും കാണാൻ സാധിക്കും. വളരെ പ്രകൃതി ഭംഗി രമണീയമായ കാഴ്ചയാണ് നമുക്ക് കിഴക്കോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. മുമ്പിൽ കാണുന്ന സെൻറ് ആൻണീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മണിയങ്കുന്ന് സ്കൂളിൽ നിന്ന് തന്നെ ആയിരുന്നു. ഈ കാണുന്ന സേക്രട്ടറി ചർച്ച് മണിയങ്കുന്ന് പള്ളിയുടെ വികാരിയച്ഛൻ ആണ് ഈ സ്കൂളിൻ്റെ മാനേജർ. ഈ പള്ളി പണിതിട്ട് ഏതാണ്ട് 130 വർഷങ്ങൾ കഴിഞ്ഞു. പള്ളിയിൽ നിന്നും ഏതാണ്ട് 100 മീറ്റർ അകലം മാത്രമേ സ്കൂളിലേക്കുള്ളൂ. പള്ളിയുടെ മുറ്റവും ഗ്രൗണ്ടും അതുപോലെ തന്നെ സ്ഥലങ്ങളുമാണ് നമ്മൾ സ്കൂളിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ഫലകം ഈ പള്ളിയുടെ ഫൗണ്ടറായ കാട്രാത്ത് ചാണ്ടിയച്ഛൻ്റേതാണ്. ഇദ്ദേഹം ആണ് ഇവിടുത്തെ ആദ്യത്തെ വികാരിയും ഈ പള്ളി പണിക്ക് മുൻകൈ എടുത്തതും. ഏതാണ്ട് 30 വർഷങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി സേവനം നടത്തുകയും അതിനുശേഷം മണിയങ്കുന്ന് ദേവാലയം സ്ഥാപിച്ചതിന് ശേഷം മണിയങ്കുന്ന് ക്ലാരമഠം, വാഗമൺ കുരിശുമല, മണിയങ്കുന്ന് സ്കൂള്, പൂഞ്ഞ സെൻറ് ആൻണീസ് സ്കൂള്, ഭരണങ്ങാനം ക്ലാരമഠം, മലയഞ്ചിപ്പാറ ദേവാലയം ഇത്രയും കാര്യങ്ങൾ ഈ ബഹുമാനപ്പെട്ട കാട്ടാത്തി ചാണ്ടിയച്ഛൻ നടത്തിയെടുത്തു. അതിനുശേഷം രോഗിയായ അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. ഇത് പള്ളിയുടെ പുതുക്കി പണിത മന്ദിരമാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങ് ദൂരെ കാണാം നമ്മുടെ ഇല്ലിക്കക്കല്ലാണ്. ഇവിടെ നിന്ന് ബസ്സിന് ഇല്ലിക്കൽ കല്ല് ഇത് ഏതാണ്ടൊരു 20 കിലോമീറ്റർ ഇവിടെ നിന്ന് അകലെയാണ്. പിന്നീട് ഈ കുരിശിന് നേരെ കാണുന്ന വാഗമൺ ഏരിയയാണ്. ഈ വാഗമണിലെത്താൻ ഇവിടെ നിന്ന് 28 കിലോമീറ്ററുകളേ ഉള്ളൂ. ഏതാണ്ട് 1.5 മണിക്കൂർ മിച്ചം യാത്ര വരും. മണിയങ്കുന്ന് പള്ളിയുടെ സെമിത്തേരിയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ ബ്ലെസ്സഡ് കൊളയത്താമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. കൊളയത്താമ്മ നമ്മുടെ ഈ സ്കൂളിൽ പഠിപ്പിക്കുകയും പിന്നീട് രോഗാവസ്ഥയിലായപ്പോൾ മണിയങ്കുന്ന് സ്കൂളിലെ സേവനം നിർത്തി
ഒരു ഭവനത്തിലേക്ക് മാറുകയും അതിനുശേഷം വീണ്ടും തിരിച്ച് മണിങ്ങുന്ന മഠത്തിൻ്റെ രോഗികൾക്കായിട്ടുള്ള ഒരു പ്രത്യേക വീട്ടിലേക്ക് മാറി താമസിക്കുകയും അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. 1904 ജനിച്ച കൊളയത്താമ്മ 1984 ഡിസംബർ 18 മരിക്കുന്നത്. സംസ്കാര ചടങ്ങിലും ജീവിച്ചിരുന്നപ്പോഴും വളരെ അടുത്ത് ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കൊളയത്താമ്മ ഒരു വിശുദ്ധി തന്നെ ആകേണ്ടതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മണിയങ്കുന്ന് പള്ളിയിൽ രാവിലെ നിന്നാൽ ഇല്ലിക്കക്കല്ല് ഇടതുവശത്തും നേരെ മുമ്പിലായിട്ട് വാഗമൺ മലകളും മുതുവര ഹിൽസ് വലതുവശത്തും കാണാവുന്നതാണ്. കൊടിമരം ഈ പള്ളിക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത് കിഴക്കേത്തോട്ടം കുടുംബയോഗം 2023 ആണ്. അതിൻ്റെ ഇനീഷ്യേറ്റർ ആൻഡ് ഡിസൈൻ ബൈ ലേറ്റ് മിസ്റ്റർ കെ സക്കറിയാസ് കുഞ്ഞാട്ടനായിരുന്നു. ഈ കൊടിമരം 8 ഇഞ്ച് SS 304 മെറ്റീരിയലിൽ ഉണ്ടാക്കിയതാണ്. ഇതൊരിക്കലും തുരുമ്പെടുക്കില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇതുപോലെ ഒരാദ്യത്തെ കൊടിമരമാണിത്. ഇത് ഗുജറാത്തിൽ അസംബിൾ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്റ്റ് ചെയ്തതാണ്. ഇതിന് 40 അടി പൊക്കവും കുരിശിൻ്റെ 3 അടിയും കൂടി കൂട്ടി 43 അടി ഉയരമുണ്ട്. ഇടയ്ക്ക് ഒരു ബ്രാസിൻ്റെ റിങ്സാണ് കൊടുത്തിരിക്കുന്നത് ഓരോ മീറ്റർ ആഴത്തിൽ. ഇത് വാഗമൺ കുരിശുമലയിലേക്ക് ദർശനത്തിലിരിക്കുന്ന കൽക്കുരിശാണ്. നേരെ മുമ്പിൽ നോക്കിയാൽ വാഗമൺ കുരിശുമല കാണാം. ഈ കൊടിമരത്തിൻ്റെ ബ്ലെസ്സിങ്ങും ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും ബഹുമാനപ്പെട്ട പാലാ ബിഷപ്പ് ജോസഫ് കടയാങ്ങാട്ട് ഡിസംബർ 29, 2023 നിർവഹിച്ചു. മണിയങ്കുന്ന് പള്ളിയുടെ ഈ കുരിശിന് നേരെ മുമ്പിലാണ് വാഗമൺ കുരിശുമല. അവിടെ ആദ്യത്തെ കുരിശ് സ്ഥാപിച്ചതും മണിയങ്കുന്ന് പള്ളിയിൽ നിന്നും പോയ നമ്മുടെ പൂർവികന്മാരാണ്. ആദ്യം കുറേ വർഷങ്ങൾ വാഗമൺ കുരിശുമല നമ്മുടെ അധീനതയിലായിരുന്നു. അതിനുശേഷം അടിവാരം പള്ളിയും പിന്നീട് വാഗമൺ പള്ളിയും അത് കൈവശമാക്കാനുണ്ടായത്. ഇത് ബ്ലെസ്സഡ് കൊളയത്താമ്മയുടെ ഫോട്ടോ ആണ്. ബ്ലെസ്സഡ് കൊളയത്താമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സെമിത്തേരിയിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന മാർഗനിർദ്ദേശമാണത്. ഇത് മണിയങ്കുന്ന് പള്ളിയുടെ താഴത്തെ റോട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ എൻട്രൻസ് നമ്മുടെ മണിയങ്കുന്ന് പള്ളിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്ത് കിഴക്കേത്തോട്ടം കുടുംബത്തിലെ ഇവിടുന്ന് മരിച്ചുപോയ അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായി മക്കൾ ഡൊണേറ്റ് ചെയ്തതാണ്. നമുക്ക് ഇനി മണിയങ്കുന്ന് പള്ളിയിലെ സ്കൂളിലേക്ക് തന്നെ തിരികെ വരാം. അപ്പോൾ ഈ കാണുന്ന മണിയങ്കുന്ന് സ്കൂളിൻ്റെ ഹാളും നഴ്സറി സ്കൂളും ഓഫീസും ഈ ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കി പണിതാണ്. അന്നത്തെ എനിക്ക് ഏതാണ്ട് 16 വയസ്സുള്ളപ്പോഴാണ് ഇതിൻ്റെ പുതിയ കെട്ടിടം പുതുക്കി പണിത പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയും ആ തറ ഒന്നുകൂടെ വൃത്തിയാക്കിയതിന് ശേഷം അവിടെ പുതിയ കെട്ടിടം പണിതാണ്. അതുപോലെ ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന UP സെക്ഷൻ 2 നില ബിൽഡിംഗ് ഏതാണ്ട് അതും ഒരു 50 വർഷങ്ങൾക്ക് 60 വർഷങ്ങൾക്ക് മുമ്പ് പുതിയതായിട്ട് പണിതാണ്. അങ്ങനെ മണിയങ്കുന്ന് സ്കൂളിന് ഏതാണ്ട് 120 വർഷത്തെ പഴക്കമാണുള്ളത്. ഇത് പുതിയതായിട്ട് പണിത കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള കളിസ്ഥലവും അവരുടെ ഹാളുമാണിത്. ഇതിൽ ധാരാളം പച്ചക്കറി തൈകൾ നമ്മുടെ കുട്ടികളുടെ ഉത്സാഹത്തോടെ ഇവിടെ നട്ട് വളർത്തുന്നുണ്ട്. ഇത് ഇവിടുത്തെ അവർക്ക് തന്നെ ഭക്ഷിക്കുവാനായിട്ട് ഇതിൻ്റെ ഫലങ്ങൾ കൊടുക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾ എല്ലാവരും പാട്ട് പഠിക്കുകയും അതുപോലെ തന്നെ മേക്കപ്പിലും വ്യാപൃതരാണിപ്പോൾ. ഇവിടെ മെയിനായിട്ട് നടക്കുന്നത് മലയാളി മങ്ക, അതുപോലെ മലയാളി ചേട്ടന്മാർ, അതിനുശേഷം ഓണപ്പാട്ടുകൾ, അത് KG, LP, UP അങ്ങനെ 3ആയിട്ട് തിരിച്ചാണ്. ഗേൾസിനും ബോയ്സിനും പാട്ട് മത്സരം സെപ്പറേറ്റ് ഇല്ലെങ്കിലും മലയാളി മങ്കയും ചേട്ടന്മാരുടെയും മത്സരം
സെപ്പറേറ്റ് ഉണ്ട്. പൂഞ്ഞാർ കുര്യൻ എന്നറിയപ്പെടുന്ന ഞാനാണ് ഇവരുടെ കളികളെല്ലാം കൂടുതലും റഫറിയായി നിന്ന് നടത്തിക്കൊടുക്കുന്നത്. ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ മുഴുവൻ സമയം എനിക്ക് പങ്കുചേരേണ്ടതായിട്ടുണ്ട്. മലയാളി മങ്കയുടെ മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ചു നേരം നമുക്ക് അതിലേക്ക് പോകാം. ഒരേ സ്പീഡിൽ വരേണ്ടതാണ്. ഓക്കെ. എല്ലാ കുട്ടികൾക്കും എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ വക നന്ദി. മലയാളത്തെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓണാശംസകൾ നേരിടുന്നു. ഒരേ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന പെർഫോമൻസ് ഒക്കെ ചെയ്ത് വരാവുന്നതാണ്. അകലത്തിൽ നിന്ന് പോരുക. ഫ്രണ്ടിലേക്ക് നടന്ന് ഒരേ സ്പീഡിൽ വരിക. ഒരു മിനിറ്റ്, ജിയോൺ വന്നില്ലല്ലോ. നടന്നു വന്നു.
പേരെന്തായിരുന്നു? അനു. ഒരുപോലെ വരിക. ഒരുപോലെ അടുത്തതായി എൽപിയിലെ കുട്ടികൾ ഫോട്ടോയ്ക്കായി പോസ് ചെയ്യും.
ജഡ്ജസ് പ്ലീസ് നോട്ട്. ഒരേ സ്പീഡിൽ നടന്നു പോയോ, ഫ്രണ്ടിലേക്ക് ഓഫീസിന്റെ അടുത്തേക്ക് നടന്നു പോയോ. നേരന്ന് വാ, ഒരേ സ്പീഡിൽ വായോ. ഓ വായോ. Okay. Next. Okay. ആദ്യം റെഡ് ഹൗസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം റെഡ് ഹൗസിന്റെ ഓണപ്പാട്ട് മത്സരം. അടുത്ത ഗ്രൂപ്പ് ഗ്രീൻ ഹൗസ് സ്റ്റേജിൽ കയറി വരേണ്ടതാണ്. ഗ്രീൻ ഹൗസ്. ഗ്രൂപ്പുകളായി നിൽക്കുക. 4 ഗ്രൂപ്പും 7 പേര് വീതം ആണ് പറഞ്ഞിരുന്നത്. ആ 7 പേര് ഗ്രൂപ്പുകളായി നിൽക്കുക. ഇപ്പോൾ സ്പീച്ച് ഹൗസ് ഓണപ്പാട്ടാണ്. 1 2 3 സ്റ്റാർട്ട്. വളരെ മനോഹരമായ അത്തപ്പൂക്കളമാണ്. കുട്ടികൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് എത്തതാണ് ഈ ഒരു അത്തപ്പൂക്കളം. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇതിനുശേഷം നമ്മൾ ഇനി മറ്റ് ഉള്ള ഗെയിംസിലേക്ക്, ഔട്ട്ഡോർ ഗെയിംസിലേക്ക് പോവുകയാണ്. പിടിച്ചു വെച്ചാൽ വലിക്കടാ. പോട്ടെ. മോഷ്ടിക്കുന്നത് ഇവിടെ നടക്കടി.
രണ്ടെണ്ണം പറക്കടി ഇവിടെ ഇവിടെ രണ്ടെണ്ണം പറക്കടി അടിച്ചാ മതി. അത് അപ്പുറത്ത് അവളെ അടിക്കുക. ഞങ്ങൾക്കുള്ള ഓക്കെ ഓക്കെ മലയാളിമാരൻ UP തേർഡ് ജെൻവിൻ ജെയിംസ് ഗ്രീൻ ഹൗസ്. നോക്കണേ. LP ഭാഗം ഫസ്റ്റ് ശ്രീലക്ഷ്മി ആർ നായർ, സെക്കൻഡ് സൈമ സന്തോഷ് റോസ് ഹൗസ്. മലയാളിമാരൻ LP ഫസ്റ്റ് ആൻഡ് റെഡ് ഹൗസ്. LKG and UKG മലയാളി അഡ്വിക് അരുൺ. റെഡി. നോക്കണേ പോലെ. റെഡി. വെക്കോ. ഓക്കെ ഇവിടെ നോക്കിയേ റെഡി. ബോൾ പാസിംഗ് UP ഫസ്റ്റ് റെഡി. ബോൾ പാസിംഗ് LP സെക്കൻഡ് ഗ്രീൻ ഹൗസ്. ഇവിടെ നോക്കണേ.
ആ റെഡി. ആ റെഡി. Second, Janvin. ആ Second, Anne Maria Justin. Third, Ashwati Sinu, Red House. ഇവിടെ നോക്കി. ആറല്ലേ? ആ റെഡി. ആ കിട്ടും. റെഡി. ആ റെഡി. ഓക്കെ. ആ ഓക്കെ. UKG first, Evelyn Roy. ആ Ball passing. Second. ഈ ഓണസദ്യ ഗംഭീരമാക്കുവാനായിട്ട് പ്രയത്നിച്ച ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും അഡ്മിനിസ്ട്രേഷനും ടീച്ചേഴ്സിനും കൂടാതെ ഇതിനായി മുൻകൈ എടുത്ത ഇവിടുത്തെ PTA പ്രവർത്തകർക്കും അവരെ സഹായിച്ച സ്കൂളിൻ്റെ മറ്റ് പിയോൺ ഉൾപ്പെടെ ഉള്ള മറ്റ് സാരഥികൾക്കും അതുപോലെ തന്നെ ഇവിടെ ഇതിനു വേണ്ടി പ്രത്യേകം ബുദ്ധിമുട്ടി ഇന്ന് ഭക്ഷണം എല്ലാം ക്രമീകരണം ചെയ്യുകയും അതുപോലെ പായസം ഉണ്ടാക്കുകയും ചെയ്ത നമ്മുടെ സ്കൂളിൻ്റെ ഈ സ്കൂളിൽ തന്നെ പഠിക്കുകയും കുട്ടികളുടെ ഉന്നമനത്തിന് എപ്പോഴും ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ കണ്ണൻ ചേട്ടനും പുള്ളിയുടെ ഭാര്യ സൗമ്യയ്ക്കും ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ഭക്ഷണം ആവശ്യത്തിന് മാത്രം വിളമ്പി കൊടുക്കുകയും എല്ലാവരും തൃപ്തിയായി കഴിക്കുവോളം അവരെ നിന്ന് പ്രത്യേകമായി ഊട്ടുകയും അതിന് വേണ്ടുന്ന എല്ലാ മുൻകരുതലുകളും എടുത്ത ഏതാണ്ട് 250ഓളം കുട്ടികൾക്ക് ഭക്ഷണം ഭംഗിയായി തന്നെ സെർവ് ചെയ്തവരെയും എല്ലാം ഞാൻ പ്രത്യേകമായി ഓർക്കുകയും അവരെല്ലാം അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ പൂഞ്ഞാർക്ക് ചെയ്യാൻ സാമ്പാർ അങ്ങേറ്റ
കഴിഞ്ഞ 120 വർഷത്തെ മണിയങ്ങ് സ്കൂളിൻ്റെ പുരോഗമനവും ഇവിടെ പഠിച്ച് ജയിച്ചു പോയ കുട്ടികളുടെ ഓരോ രീതിയിലുള്ള നമ്മുടെ വിവിധ തരത്തിലുള്ള തുറകളിൽ ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും സയൻറ്റിസ്റ്റുകളായും പൈലറ്റായും കന്യാസ്ത്രീകളായും അച്ഛന്മാരായും ഈ സ്കൂളിൽ നിന്ന് ജയിച്ചു പോയതിൻ്റെ കണക്കുകൾ എനിക്ക് അറിയാമെങ്കിലും ഇവിടെ ഞാനത് പറയുന്നില്ല. ഈ നാട്ടിൽ നിന്നും ഈ സ്കൂളിൽ പഠിച്ച് വിരമിച്ചവരും ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളും പേരക്കുട്ടികളും അതിൻ്റെ കുട്ടികളുമായി ഈ സ്കൂളിൽ കഴിയുന്ന കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസിനും ജീവിച്ചിരിക്കുന്ന മറ്റെല്ലാവർക്കും വേണ്ടി, മുത്തച്ഛന്മാർക്കും മുത്തച്ഛിമാർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മകൾ എന്നിലൂടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ സൈഡിലുണ്ടെങ്കിൽ ക്ഷമിക്കുമാറാകണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.